ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന്റെ അടുത്തതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമയാണല്ലോ തുടരും. ഇനി റിലീസിന് വെറും 2 ആഴ്ചയിൽ താഴെ മാത്രം സമയമുള്ള സിനിമയുടെ ഏറ്റവും പുതിയ പോസ്റ്റേഴ്സ് ഒപ്പം തന്നെ ഹോർഡിംഗ്സ് എല്ലാം തന്നെ വന്നു തുടങ്ങിയിരിക്കുകയാണ്. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന തുടരും ഒരു ഫാമിലി ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന മലയാളം സിനിമയാണ്. ഏപ്രിൽ 25-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. സിനിമയുടെ അടുത്ത വമ്പൻ അപ്ഡേറ്റുകൾ അടുത്ത ദിവസങ്ങളിൽ വിഷു പ്രമാണിച്ചെല്ലാം തന്നെ വരുന്നുണ്ട്. ബോഗൻവില്ല എന്ന സിനിമയ്ക്ക് ശേഷം ഒന്നിലധികം പ്രൊജക്ടുകളുടെ ചർച്ചകൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അമൽ നീരദിന്റെ 2 സിനിമകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരിക്കുകയാണ്. അതിൽ ലാലേട്ടന്റെ നായകനയ്ക്ക് അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന സിനിമ കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ. ഇപ്പോഴത്തെ ഈ സിനിമയുടെ അനൗൺസ്മെന്റ് പോസ്റ്റർ വരെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ അനൗൺസ്മെന്റ് പോസ്റ്റർ എന്ന് വരുമെന്ന് ഡേറ്റ് വരെ ലോക്ക് ചെയ്തിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ആ ഡേറ്റിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നിലവിൽ ലഭ്യമല്ല. ഒരു പക്ഷേ ഈ മാസമായിരിക്കാം, അതല്ലെങ്കിൽ ലാലേട്ടന്റെ ജന്മദിനത്തിലായിരിക്കാം. ഇനി മമ്മൂട്ടിയെ വെച്ചുള്ള അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ബിലാലിന്റെ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം കേരള കൗമുദി പുറത്തുവിട്ടെങ്കിലും ബിലാലിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ലഭ്യമല്ല. എന്നാൽ അമൽ നീരദ് ഭീഷ്മപർവം എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടിയെ നായകനയ്ക്ക് സംവിധാനം ചെയ്യാനായിട്ടിരിക്കുന്ന പ്രൊജക്ടിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ബോഗൻവില്ല എന്ന സിനിമയുടെ നിർമ്മാതാവ് ഭാഗിക നിർമ്മാതാവ് കൂടിയായ കുഞ്ചാക്കോ ബോബനും അമൽ നീരദും ഒപ്പം തന്നെ ദുൽഖർ സൽമാനും ചേർന്നായിരിക്കും മമ്മൂട്ടി നായകനായി എത്തുന്ന സിനിമ നിർമ്മിക്കുക. ഉണ്ണിയാറായിരിക്കും സിനിമയുടെ തിരക്കഥ രചിക്കുക എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഈ സിനിമയുടെ പ്രഖ്യാപനവും ഈ വർഷം തന്നെ വരാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ദുൽഖറും കുഞ്ചാക്കോ ബോബനും സിനിമയുടെ നിർമ്മാണ പങ്കാളിയിൽ ഭാഗമാണ് എന്നാണ് നിലവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടെങ്കിൽ പോലും ഒരുപക്ഷെ അവർ ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനായിട്ട് കഴിയില്ല. അപ്പോൾ നിലവിൽ അമൽ നീരദിന്റെ 2 സിനിമകളെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഇതാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമ വാർത്തകൾക്ക്.